ഇറങ്ങ. ഇവിടെയോ? എനിക്ക് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങണ്ടേ? അതെനിക്കറിയാം. അളിയനങ്ങ് ഇറങ്ങി നടന്നാ മതി. അല്ലെങ്കിലേ ഓട്ടോയ്ക്ക് 4 രൂപ കൊടുത്ത സ്റ്റേഷനെ നടക്കിറക്കും. ഇറങ്ങണം. അറ്റാക്ക് ചെയ്യാതെ നീ വണ്ടി വിട്ടു വിട്. നീ തറവാട്ടി പറഞ്ഞവനല്ലേ നക്കിത്തരം കാണിക്കാതെ. നീയല്ലടാ നക്കിത്തനം കാണിക്കുന്ന നക്കി, എച്ചിത്തനം കാണിക്കുന്ന എച്ചി. 1-ാം തീയതി ആവുമ്പോ കെട്ടിപ്പറക്കി എറണാകുളത്ത് നിന്ന് പോന്നോളൂ തിരുവനന്തപുരത്തേക്ക് മറ്റുള്ളവരെ മുടിപ്പിക്കാൻ. എന്ന കാശ് കയ്യിലുണ്ടോ? അതുമില്ല. കിട്ടുന്ന ശമ്പളം മുഴുവൻ വെട്ടി വിഴിക്കോ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഒരു 6 മാസം ഏരിയയിലെങ്ങനെ കണ്ടുപോയാ നീ ഇത് പറയണോടാ. അതല്ലേ പറഞ്ഞത്. ഇല്ലാത്ത ലീവ് കെഞ്ചി പറഞ്ഞു വാങ്ങി മാസം തോറും എത്തുന്നത് ആത്മാർത്ഥ സുഹൃത്തിനെ കാണാനുള്ള ആവേശം കൊണ്ടാ. അതേ ആവേശം ഇനിയും കൂടിയല്ലേ ട്രെയിൻ പോവും. അതെ, ഈ വക കാര്യങ്ങൾ ഞാൻ കോമഡി പറയാറില്ല. ഒരു 50 രൂപ എന്നിട്ട് പോടേ. നക്കി പോയല്ലോ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ആഹാ, ഇന്ന് കലക്കിയിട്ടുണ്ടല്ലോ. താനെന്താ തുറച്ചു നോക്കുന്ന തന്റെ സാരിയെ കുറിച്ചാ? ഇതെന്താ ബിന്നി സിൽക്ക? അല്ല. എന്നാ സരിതയായിരിക്കും. അതർവൈസ് ഇറ്റ്സ് ഗാർഡൻ പറയല്ലേ. എടോ, ഇതൊക്കെ ഒരുമാതിരി പഴഞ്ച ഫാഷൻ അല്ലേ. മിസ് എലിസബത്ത്, യു ആർ ടു വെയർ ദ മോസ്റ്റ് മോഡേൺ ഡ്രസ്സസ്. എന്റെ ഒരു ഫ്രണ്ട് സിറ്റിയിൽ പുതിയൊരു ഷോപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇഫ് യു ആർ ഫ്രീ ഇൻ ദി ഈവനിംഗ് ഐ വിൽ ഹെൽപ്പ് യു. സോറി, ഒരു മേലുദ്യോഗസ്ഥനോടുള്ള എല്ലാ ബഹുമാനവും ഞാൻ സാറിന് തരുന്നുണ്ട്. പ്ലീസ് അതില്ലാതാക്കരുത്. ഇതൊക്കെ ഒരു രസമില്ലടോ. പിന്നെ ഒരു അഭിനന്ദനം, അത് ഇഷ്ടപ്പെടാത്ത പെൺകുട്ടികൾ ഉണ്ടാവോ? സോറി, എനിക്കിഷ്ടമല്ല. എന്താടോ കുറെ നേരമായിട്ട് വായം പൊളിച്ച് നോക്കിയിരിക്കുന്നത്? ഞാൻ ഓപ്പൺ ആയിട്ട് തന്നെ പറഞ്ഞേക്കാം, വർക്കിന്റെ കാര്യത്തിൽ നോ കോംപ്രമൈസ്. പിന്നെ ഉത്തരവാദിത്തങ്ങൾ എല്ലാവർക്കും ഒരുപോലെയാ. കണ്ടില്ലേ, മറിയം മാത്യുവിന് ഇതുവരെ എഴുന്നള്ളാറായിട്ടില്ല. എല്ലാവർക്കും ഒരു എക്സ്ക്യൂസ് ഉണ്ടല്ലോ. വണ്ടി കിട്ടിയില്ല, കുട്ടിയുടെ സ്കൂൾ ബസ് വന്നില്ല, ഭർത്താവിന് സുഖമില്ല, അമ്മായി പിന്നെ ഹാർട്ട് അറ്റാക്ക്. ഇതിനുമാതിരി താലൂക്ക് ഓഫീസിൽ ഉദ്യോഗസ്ഥന്മാരൊക്കെ കഷ്ടമാണല്ലോ. പിള്ളേ സാർ, മറിയത്തിനോട് എന്നെ കണ്ടിട്ട് രജിസ്റ്ററിൽ സൈൻ ചെയ്താമെന്ന് പറഞ്ഞേക്ക്. ശരി സാർ. എക്സ്ക്യൂസ് മീ സർ. എത്തിയോ? പാവം വല്ലാതെ ക്ഷീണിച്ചു പോയി. മോപ്പറ്റ് നിന്ന് സ്റ്റാർട്ടിംഗ് വിള മനഃപൂർവ്വമല്ല സർ. ഇന്ന് ഡാഡിയുടെ ഡാഡി, മമ്മി, അങ്കിൾ, ആന്റി. മനുഷ്യരാകുമ്പോ അങ്ങനെ പല ബന്ധങ്ങളുണ്ടാവുമ്പോ പ്രോബ്ലംസ് ഉണ്ടാവും. എടോ, ചെറുപ്പക്കാരായ കുറച്ചൊക്കെ ടേസ്റ്റും സെൻസും വേണം, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക്. എന്തൊരു കോമ്പിനേഷൻ ആണോ ഇത്. പച്ച സാരി, മഞ്ഞ ബ്ലൗസ്, നീല ചെരുപ്പ്. ടു ബി ഫ്രാങ്ക്, യു ലുക്ക് ഹോറിബിൾ നൗ. മിസ് മറിയം, ഈ നല്ല ഡ്രസ് ഇടുമ്പോഴുള്ള ലുക്ക് ഉണ്ടല്ലോ, അതുപോലെയാണ് ബിൽഡിംഗ്സിന്റെ പെയിന്റിംഗ്, സ്കീം പ്ലാനിംഗ്, കളർ സെലക്ഷൻസ്. ഞാൻ പറയുന്നുണ്ട്, ഇത് മറിയത്തിന് മനസ്സിലാവുന്നുണ്ടല്ലോ. മറിയം വിഷമിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഇത് കണ്ടോ, മാധുരി ദീക്ഷിത് കലക്കിട്ടില്ലേ. മന്ദാകിനി, ആ കോമ്പിനേഷൻ നോക്ക്. ശ്രീദേവിയുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ. ഇതൊക്കെ മറിയത്തിന് വേണ്ടി ഞാൻ വാങ്ങിയതാ. ഇതൊക്കെ നോക്കി പിടിച്ച് നാളെ മുതൽ നല്ല സ്റ്റൈലായിട്ട് ഡ്രസ് ചെയ്തിട്ടാണ് ഓഫീസിലേക്ക് വരാൻ. ഓക്കെ സാർ വേഗം ഒരു കല്യാണം കഴിക്കണം. എന്നിട്ട് ഇതൊക്കെ ഭാര്യ പഠിപ്പിച്ചാൽ മതി. എന്നെ കെട്ടാൻ വരുന്ന ആക്ക് ചിലപ്പോ ഇതൊന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ. വരട്ടെ. ഹായ് സൂസൻ, ഐ എം വെയിറ്റിംഗ് ഫോർ യുവർ കോൾ. ഹൗ ആർ യു? എങ്ങനെയുണ്ട്? ദൂരെ നിന്ന് നോക്കുമ്പോ ഫ്രണ്ട് എലിവേഷന് കുഴപ്പമുണ്ടാവില്ല. എന്നാലും നമ്മൾ ഉദ്ദേശിക്കുന്ന നേരത്തിൽ ലുക്ക് കിട്ടും എന്നുള്ള സംശയം. നോട്ടെ. സാർ ഉദ്ദേശിക്കുന്ന ലുക്ക് ഇനി ഇവിടെ കിട്ടും തോന്നുന്നില്ല. ജനറൽ ട്രാൻസ്ഫറിന്റെ ലിസ്റ്റ് വന്നിട്ടുണ്ട്. സാറിനെ കൊച്ചിയിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. റിയലി? അതെ, ലിസ്റ്റ് ഞാൻ കണ്ടതാ. സീനിയർ പോസ്റ്റ് ഉള്ളവർക്ക് ട്രാൻസ്ഫർ. ഇവിടെ വന്നൊന്ന് വേരോട് തുടങ്ങിയതേ ഉള്ളൂ. അതിനു മുമ്പ് പിഴുതെറിയാൻ തിരക്കുമായി. കൊച്ചി സാറിന് കുറെ കൂടി ലക്കിയായിരിക്കും. എന്നാര് പറഞ്ഞു? അത് പിന്നെ
എന്റെ ലക്ക് ഈ മണ്ണി തെളിയിച്ചിട്ട് ഞാൻ ഇവിടുന്ന് പോകും. മാനേജ്മെന്റിന്റെ എല്ലാ തോന്നിവാസമൊന്നും കൂട്ടുക എന്നെ കിട്ടത്തില്ലടോ. സാറിന്റെ സേവനം കൊച്ചിയിൽ ആവശ്യമുണ്ടെന്ന് മെമ്മോയിലുണ്ട്. Excuse me, sir. യെസ്, This is a measurement of the front portion. ആർ യു ഓക്കെ? Okay, sir. ജസ്റ്റ് വെയിറ്റ്, ഐ കം. എന്റെ സേവനം ഇവിടെയും പലർക്കും ആവശ്യമുണ്ട്. ദേ, ഇതാ ഞാൻ പറഞ്ഞത്, സാറിന്റെ സേവനം തൽക്കാലം ഇവിടെ ആവശ്യമില്ലെന്ന്. ആരോടോ ഇത്? ഇന്ത്യൻ ബാങ്കിൽ ഒരു കക്ഷിയാ, തുടങ്ങിയിട്ട് കുറെ നാളായി. ഓഹോ, ഇതിപ്പോ 2 കല്യാണം ഒരുമിച്ച് നടക്കുന്ന ലക്ഷണമാണ്. രണ്ടു കല്യാണോ? അതെ, സാർ അറിഞ്ഞില്ലേ? നമ്മുടെ എലിസബത്തിന്റെ കല്യാണവും ഫിക്സ് ചെയ്തു. ഇന്നലെ ആയിരുന്നു എൻഗേജ്മെന്റ്. അപ്പൊ അപ്പൊ അതും പോയോ? പിന്നെ എന്റെയും ഷീലയുടെയും കാര്യം എല്ലാം ഒന്ന് ഫിക്സ് ചെയ്തിട്ട് സാറിനോട് പറയാമെന്ന് വിചാരിച്ചു. ഓഹോ, പ്രശ്നങ്ങൾ ഇത്ര സങ്കീർണമായ സ്ഥിതിക്ക് ഇനിയിപ്പോ നമ്മളിവിടെ വന്നിട്ട് കാര്യമില്ലല്ലോ. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. കൊച്ചി എങ്കിൽ കൊച്ചി. പക്ഷേ ഇവിടെ പറ്റിയ അബദ്ധം എനിക്ക് പറ്റില്ല. 1-2 ആഴ്ച പുറത്ത് നിന്നാലും വേണ്ടില്ല, അവിടുത്തെ സ്ഥിതിഗതികൾ ശരിക്കും പഠിച്ച ശേഷമേ ജോയിൻ ചെയ്യുന്നുള്ളൂ. നീ നോക്കിക്കോ, ഇവിടെ 9 ജനാലകൾ അടയുമ്പോ അവിടെ എനിക്കായിട്ടൊരു വാതിൽ തുറന്നിട്ടുണ്ടാവും. 405 റൂമിൽ സാറിന്റെ ബ്രദറുണ്ട്. ബ്രദറോ? അതെ, ക്യാൻസർ പേഷ്യന്റ് ആണെന്നും വെല്ലൂർക്ക് പോകുന്ന വഴി സാറിനെ കണ്ടിട്ടേ പോകുള്ളൂ എന്നും പറഞ്ഞു. കുറെ നേരം റിക്വസ്റ്റ് ചെയ്തിട്ടാ കീ കൊടുത്തത്. ക്യാൻസർ പേഷ്യന്റ് വെല്ലൂർ. ലേശം ഫിറ്റാ, ഒരു ഗ്ലാസ് തൈര് കൊണ്ടുവാ. നിനക്കാണോ ക്യാൻസർ? എപ്പോഴാ വെല്ലൂർക്ക് പോകുന്നു? എനിക്ക് സൗകര്യമുള്ളപ്പോ പോവും. 50 രൂപ ചോദിച്ചിട്ട് 50 കിലോമീറ്റർ സ്പീഡിൽ വണ്ടി വിട്ടവരാണ് നീ. നീ STD ആണെങ്കിൽ ഞാൻ ടെലക്സ് ആണ്. നീ മനസ്സിൽ കാണുമ്പോ ഞാനത് മാനത്ത് കാണും. 50 രൂപയുടെ കാര്യത്തിൽ എനിക്കൊരു തെറ്റ് പറ്റി. അതുപോട്ടെ, നാറികൾ അങ്ങനെ പലതും ചെയ്യും. അതൊക്കെ ഇരിക്കട്ടെ, നീ ഇവിടെ വന്നിട്ട് ഒരു വാക്കനെ ഇല്ല, അറിയിച്ചില്ല. അറിയിക്കേണ്ട കാര്യമില്ലോ. എടാ, 250 കിലോമീറ്റർ അപ്പുറത്ത് വെച്ചെന്നെ നീ എന്നെ കുളം തോണ്ടി കുത്തുപാള എടുപ്പിച്ചില്ലേ? നിർത്ത്, ഇനി കൃഷി നിർത്ത്. അപ്പൊ നിന്റെ തീരുമാനം അങ്ങനെയാണല്ലേ? അതെ അതെ. ഇറങ്ങ ഓഹോ, എന്റെ പല്ല് സെറ്റ് എടുത്ത് വെച്ച് എന്നെ തന്നെ നോക്കിച്ചിരിക്കുന്നു. എടാ, പുല്ലെ വെള്ളടിച്ച വയറ്റി കിടക്കണം. ഏ, ഇവിടെ വന്ന് എന്നെ നാറ്റിക്കേണ്ട പാവെങ്കിലും ഇപ്പൊ ഇറങ്ങിക്കോണം. നീ എന്നോട് ഗെറ്റ് ഔട്ട് പറഞ്ഞല്ലടാ. നീ പറയണം, സുഹൃത്ത് ബന്ധങ്ങൾക്ക് ഒരു വിലയും കൽപ്പിക്കാത്ത ദ്രോഹി, നാടോടുമ്പോ നടുവെ ഓടുന്ന നാറി, നായി നടുക്കടലിൽ ചെന്നാൽ നക്കിയെ കുടിക്കൊള്ളടാ. You're a hypocrite. You're a bastard, I say. മുകുന്ദാ, 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 വല്ലതും പറ്റിയോ? വെള്ളം ഇതല്ലടാ, സ്മാള്
നല്ല വെളുത്ത നിറം, നല്ല വലിയ കണ്ണുകൾ, ചാമ്പയ്ക്ക പോലുള്ള ചുണ്ടുകൾ, അന്ന നട, ഒരു വെളുത്ത മാരുതി കാറിൽ അവള് വന്നു. 1000 ഓർഡിനറിയോ? ഓർഡിനറി. നമ്പർ നോട്ട് ചെയ്തോ? ഇല്ല. ഇത് തിരുവനന്തപുരം അല്ല, കൊച്ചിയാണ്. തോപ്പുംപടി പാലത്തിന്റെ മേളിൽ നിന്ന് താഴോട്ടെടുത്ത് ഇടും പെണ്ണിന്റെ ആൾക്കാര്. അതുകൊണ്ട് ഇനി ഒറ്റ നമ്പറേ ഉള്ളൂ. അതെന്താ? അവളെ മറന്നുകളാ. ദേ സമയവും സന്ദർഭവും നോക്കിയുടെ കോമഡി പറയാൻ. എങ്ങനെ പറയാതിരിക്കും? 24 മണിക്കൂർ നേരെ സാരിത്തുമ്പിന്റെ പുറകെയല്ലേ. ഏത് ഊതറ പീസിനെ കണ്ടാലും വിടർന്ന കണ്ണ്, മൂക്ക് നാരങ്ങ, ചുണ്ട് പേരക്ക, എന്നിട്ട് പോടേ. ദേ ഒരുമാതിരി തൊലിഞ്ഞ വർത്താനം പറഞ്ഞോണ്ടല്ലോ. ഞാൻ എന്താ 24 മണിക്കൂർ പെണ്ണുങ്ങളെ പുറത്ത് ചുറ്റുക? എനിക്കിവിടെ അന്തസ്സായിട്ടൊരു ജോലിയുണ്ട്. അല്ല നിന്നെ പോലെ തേരാപ്പാര തെണ്ടി കിടക്കുകയല്ല. ഇത് തിരുവനന്തപുരമാണ്, ഞാൻ ചോദിക്കില്ലോ. എറണാകുളമായി പോയി, എനിക്ക് പരിചയമില്ലാത്ത സ്ഥലമായി പോയി. എന്തായാലും എനിക്ക് അവളെ കണ്ടേ പറ്റൂ. ഐ വാണ്ട് ഹർ ഫുൾ ഡീറ്റെയിൽസ് ഇമ്മീഡിയറ്റ്ലി. നീ സീരിയസ് ആയിട്ടാണോ? അതെ, സത്യം? സത്യം. എങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഫൈൻഡ് വരുത്ത്. എങ്കിൽ എനിക്ക് ഐഡിയാസ് വരത്തുള്ളൂ. Within 24 hours 20 minutes she will be before you. അവൾ നിന്റെ മുമ്പിൽ ഉണ്ടാവും. ഭഗവാൻ തെരി മായ. ഉറപ്പാണോ? देखो अरे एक पॉइंट लाओ ना, बेल करो, सोडा एंड आइस मिलाओ. ഓക്കേ ജി. हाँ. നിർത്ത്. പൊക്കോ. ദേ ഒരുമാതിരി മറ്റേ പരിപാടി കാണിക്കരുത്. മനുഷ്യനോട് പ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാ. സ്റ്റോപ്പ് സ്റ്റോപ്പ്. എനിക്ക് മൂത്രം ഒഴിക്കണം. മതി അളിയാ മതി. ഇന്നത്തേക്ക് ഇത്രയും മതി. മാരുതി നോക്കി നോക്കി എന്റെ കഴുത്തൊരു മാതിരിയായി. ഇനി എല്ലാം നാളെ. ഓഫീസ് ടൈമായി. ഇനി നാളെ. നാളെ നാളെ നീള നീള നീ വണ്ടി കയറി. എടാ ഒരു 10 മിനിറ്റ് കൂടി കറങ്ങി നോക്കി അവളെ കിട്ടുന്ന എന്റെ മനസ്സ് പറയുന്നു. ഇനി കറങ്ങിയാ ഞാൻ കറങ്ങിപ്പോവും. ഇനിയെങ്കിലും ഓഫീസിൽ ചെന്നില്ലെങ്കിൽ സൂപ്രണ്ടിനെ ചവിട്ടി പുറത്താക്കുമെന്ന് എന്റെ മനസ്സ് പറയുന്നു. വൈകിട്ട് വന്നിട്ട് പുതിയ പദ്ധതികൾ ആലോചിക്കാം. അളിയാ പോകുന്ന വെള്ളം മാരുതി കാരണം അവളാ. വിട്ടോ 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 വിട്ടോ. സ്കൂട്ടർ എടുത്ത് മാറ്റണോ? അതെ വേറൊരു പാര. ആക്സിലേറ്ററിന്റെ മോൾ വണ്ടിയോട് പോയി. മുമ്പേ വണ്ടിയോട് പോയിന്ന്. അതെ വണ്ടി. ഏത് വണ്ടി? നിന്നെ നോക്കാനല്ലേ ഏൽപ്പിച്ചിരുന്നത്. ആണോ? എടാ വണ്ടി എവിടെ പോയി ചോദിച്ചു. വണ്ടി അതാണ് ഞാൻ വണ്ടി. അയ്യോ പിന്നെ നീയൊക്കെ എന്നെ കോപ്പുണ്ടാക്കാൻ വണ്ടി കയറിക്കുന്നു. നിന്നെ ഏൽപ്പിച്ചു എന്നെ പറഞ്ഞാൽ മതി. എറണാകുളത്തുകാരാണെന്ന് പറഞ്ഞ് നടക്കുന്നു. നിന്നെ കേൾപ്പിച്ച് എന്നെ വേണം പറയാൻ. എടാ ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഏതായാലും വണ്ടി കണ്ടു, ആളെ കണ്ടു, എനിക്ക് മനസ്സിലായി. വൈകുന്നേരം നീ കുപ്പിയായിട്ട് വാ, നമുക്ക് ഇൻവെസ്റ്റിഗേഷൻ ആരംഭിക്കാം. വസന്തി. ഒപ്പിടാൻ വരട്ടെ. ഗുഡ് മോർണിംഗ് മാഡം. അറ്റൻഡൻസ് മാർക്ക് ചെയ്യാൻ ഒപ്പിടാൻ. ഒപ്പിടണ്ട. ഇന്നല്ല കുറച്ച് നാളത്തേക്ക് തന്നെ ഒപ്പിടണ്ട. പുറത്ത് നിന്നാ മതി. അയ്യോ മാഡം, തന്നോട് പറഞ്ഞ് ഞാൻ മടുത്തു. ഓഫീസ് വരെ മാത്രം സമയമില്ല. പുറത്ത് എവിടെ നോക്കിയാലും കാണാല്ലോ വായി നോക്കി നടക്കുന്നത്. അല്ല പലർക്കും പല സഹായങ്ങളും ചിലരുടെ പ്രശ്നങ്ങൾ സോൾവ്. ഇയാൾക്ക് മാത്രമേ ഉള്ളല്ലോ പ്രശ്നങ്ങൾ. ഇത് കൊഴിഞ്ഞ പ്രശ്നമാണ്. അറ്റൻഡൻസ് ഒപ്പിട്ടിട്ട് സെക്ഷനിൽ കൊടുത്ത്. ഈ കക്ഷിയല്ലേ അന്ന് മാരുതി കണ്ടത്? എടാ പ്രകാശ, നീ പുണ്യം ചെയ്ത ആത്മാവാടാ. എന്താ മൂന്ന് സാറേ ഒരു ചുറ്റിക്കളി? ഒന്നുമില്ല, വെറുതെ ഓഫീസ് ടൈം അല്ലേ. വാസന്തി ചെല്ല്. ചേച്ചി എത്രയും വേഗം സെർവന്റിന്റെ കാര്യം ശരിയാക്കണം. ഒക്കെ ശരിയാക്കാന്ന് ഞാൻ പറഞ്ഞില്ലേ. ശരി എന്നാ ഞാൻ ഇറങ്ങട്ടെ ചേച്ചി. മൂന്നാ ഇങ്ങോട്ട് വേണം.
തന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുള്ളോ പെണ്ണുങ്ങൾ വന്നു കയറുമ്പോ ഇങ്ങനെ ചുറ്റി കളിക്കരുതെന്ന്? അയ്യോ അല്ല, ഞാൻ ആ ഡെസ്പാച്ച് ഫയൽ സേഫി വെച്ച് പൂട്ടാൻ ഒന്നുമല്ല, വൈകുന്നേരമൊക്കെ ഓഫീസിന് പുറത്തു മതി. ഞാൻ ആ കുട്ടിയെ നോക്കിയതാണ്, ഏത് കുട്ടിയാണ്, എവിടത്തെ മതി 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 കുട്ടിയാണ്. മതി. താൻ കുട്ടിയെ നോക്കണ്ട, തന്റെ ഡ്യൂട്ടി നോക്കിയാ മതി. മനസ്സിലായോ? യെസ് മാഡം. മുന്താ ഇല്ല മാഡം, ഇനി ഒരിക്കലും ഇങ്ങനെ ഒരു സംഭവം ഈ മുകുന്ദന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. എന്നെ സസ്പെൻഡ് ചെയ്യരുത്. ഇയാളിഞ്ഞ് വന്നേ വേറൊരു കാര്യം ചോദിക്കാനാ. എന്താ മാഡം? താൻ ആ കുട്ടിയെ കണ്ടോ? ഏത് കുട്ടി? ഇപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് പോയ ആ കുട്ടി. ആ കുട്ടിയെ കാണാനല്ലേ എന്റെ ഡെസ്പാച്ച് കിടന്ന് കറങ്ങിയത്? എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു കുട്ടിയാ. ആഹാ. അവൾക്ക് അത്യാവശ്യമായിട്ട് വീട്ടുജോലിക്ക് ഒരാളെ വേണം. താൻ വിചാരിച്ച സംഘടിപ്പിക്കാൻ പറ്റുമോ? എക്സ്ക്യൂസ് മീ, ഞാൻ ബ്രോക്കർ അല്ല. മിസ്റ്റർ പ്രകാശ, വിത്തിൻ 24 hours 20 minutes ആ കുട്ടിയെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും നിന്റെ മുമ്പിലെത്തും. ബ്രോക്കറാണ് മാഡം. ആദ്യമായിട്ട് എന്നോട് ഒരു കാര്യം പറഞ്ഞല്ലേ, എന്റെ ഇമേജിന് അല്പം കോട്ടം തട്ടിയാലും തരക്കേടില്ല. അല്ല, മണി പോലുള്ള പാർട്ടീസിനെ ഞാൻ കൊണ്ടേപ്പിക്കാം. അതെനിക്കറിയാം. ആരെ കൊണ്ടുവന്നാലും കൊള്ളാം, പക്ഷെ നല്ല മര്യാദയുള്ള ആളായിരിക്കണം. ഇടയ്ക്ക് വെച്ച് ഇട്ടെറിഞ്ഞ് പോകരുത്, സ്ഥിരമായിട്ട് നിൽക്കണം. അയ്യോ, ഇത് സ്ഥിരമായിട്ടേ നിൽക്കൂ. കേറിയാ പിന്നെ ഇറങ്ങുന്ന പ്രശ്നമേ ഇല്ല. അത് മാത്രമല്ല, ആ. ഒരു കാര്യം പ്രത്യേകം പറയണം. ആ. അവക്കൊരു കുട്ടിയുണ്ട്. ആഹാ. അതിനെയും കൂടെ- ആത്മാർത്ഥ സുഹൃത്തെ, നല്ല ടേസ്റ്റ്. ഇനി ഒരു ചില്ലി ചിക്കൻ കൂടി പറയട്ടെ. ചില്ലിയോ ലില്ലിയോ എന്ത് പണ്ടാറമണിൽ പറഞ്ഞോ, ഇപ്പൊ തന്നെ രൂപ 10-400 ഉം. ഈ ടെൻഷൻ പിടിപ്പിക്കാതെ കാര്യം പറ. എടാ, അവളുടെ വീടറിഞ്ഞു, പേരറിഞ്ഞു. ഇനി ഒന്ന് കണ്ടുമുട്ടാനുള്ള വകുപ്പല്ലേ, പറയാം. ഞെട്ടരുത്, ദുർബലമല്ലല്ലോ നിന്റെ ഹൃദയം. പറയാം, രസ്യം ചിക്കൻ. നീ കൂടുതൽ ചിക്കരുത് ശവമേ, കാര്യം പറഞ്ഞ പോലേക്ക്. നീ കുടിക്കാൻ എന്തെങ്കിലും തണുത്തത് കരുതി വെക്കുന്നത് നല്ലതാണ്. കാര്യം പറ പുല്ലേ. എങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ട് കേട്ടോ. ആദ്യം നീ ഒരു വേലക്കാരന്റെ വേഷം കെട്ടണം. വേലക്കാരനോ? എന്താ പറ്റില്ലേ? എങ്കിൽ വേണ്ട. വെട്ടി വിഴുങ്ങിയതിന്റെ കാശ് മുഴുവൻ കൊടുത്തിട്ടേ നീ തന്നെ അങ്ങ് ചെല്ല്. നിനക്കാവുമ്പോ ചേരും, വേഷവും കെട്ടണ്ട. നിനക്ക് വയ്യെങ്കിൽ ഞാൻ പോക്കോളാം. ഓ ഈയടാ, മൂഞ്ചിയ പത്ത മുനിസിപ്പാലിറ്റി പോടാ. കാക്കയ്ക്കും തൻമൂഞ്ചി പൊന്മൂഞ്ചി താനടാ. ശ്ശേ, ഞാൻ ഈ വേലക്കാരന്റെ വേഷം തന്നെ കെട്ടണം നിനക്കെന്താ അത്ര നിർബന്ധം? അവിടെ ഒരു വേലക്കാരന്റെ തസ്തിക ഒഴിവുണ്ട്, അതുകൊണ്ടാ. എന്ന് പറഞ്ഞ എനിക്ക് എന്റെ സ്റ്റാറ്റസ് നോക്കണ്ടേ? എന്നാ നീ നിന്റെ സ്റ്റാറ്റസും കക്ഷത്തി വെച്ചോണ്ട് ആ പി സി പോയിരി. നീ കാര്യമായിട്ട് പറഞ്ഞോണോ? എന്റെ അമ്മ, ഈ ചപ്പാത്തിയാണ് സത്യം. എന്നാ പിന്നെ ഒരു കൈ നോക്കിക്കളേ അല്ലേ? ജീവിതത്തിൽ പല വേഷവും കെട്ടണ്ടല്ലേ? നിന്റെ ആഗ്രഹം സാധിക്കണമെങ്കിൽ ഈ വേഷം തന്നെ കെട്ടേണ്ടി വരും. എടാ, 2 ദിവസം കെട്ടിയാൽ മതി, 3ന്റെ അവള് വീഴും. പിന്നെ ഒരു ചെറിയ പ്രശ്നം മാത്രമേ ഉള്ളൂ, ഇക്കാലത്ത് അതൊരു ഫാഷനുമാണ്. നീ എത്ര കാര്യമാക്കി എടുക്കണ്ട. എന്തത്? അവളൊന്ന് പ്രസവിച്ചാണ്. പ്രകാശ, 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 നിനക്ക് താല്പര്യമുള്ള വിട്ടുകളാ. നമുക്ക് പ്രസവിക്കാത്ത ഒരെണ്ണത്തിൽ വേണ്ട, ഒന്ന് പെറ്റൊന്നും എനിക്കൊരു പ്രശ്നമല്ലടാ. കുട്ടി ഈസ് നോട്ട് എ പ്രോബ്ലം ഫോർ മീ മാൻ. Then proceed, man. ഭഗവാൻ തെരി മായ.